എന്തുകൊണ്ട് എനിക്ക് എവിടെന്നെങ്കിലും ആരായാലും ഒരു നേരത്തെ ആഹാരം തന്നുന്നതിന് എന്താ തെറ്റുള്ള? പക്ഷെ എൻ്റെ പിള്ള കേൾക്കണുണ്ടാവും. നമ്മുടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമല്ലോ, തടിയ മണ്ണി പോകുള്ള ആത്മാവുണ്ടെന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കണം. എല്ലാം കേൾക്കണ്ടാവും എൻ്റെ പിള്ള, എല്ലാം കേൾക്കണ്ടാവും. ഞാൻ പറയട്ടെ, അമ്മ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ജീവിതം മോളില്ലാത്ത ജീവിതം. എൻ്റെ ഏറ്റവും വലിയ സ്വത്തായിരുന്നു എൻ്റെ മോള്. എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു അവയം മുറിച്ചെടുത്തതുപോലെയാണ് എൻ്റെ മോള് എനിക്ക് നഷ്ടപ്പെട്ടത്. പിന്നെ എല്ലാ ജനങ്ങളും അറിയണം ഞാൻ ജിഷമോളുടെ അമ്മയാന്നുള്ളത്. എൻ്റെ മോളെ എല്ലാ മോളെ കൊന്നിട്ട് ഇതുവരെ ഇപ്പൊ വർഷം 9ലേക്ക് കടന്നു. ഈ വർഷം വന്നപ്പോൾ ഇതുവരെ എൻ്റെ മോളെ കൊന്നിട്ട് ഇതുവരെ ഈ കേസിന് ഒരു അനക്കമില്ല. അതെന്തുകൊണ്ടങ്ങനെ? അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമം കയ്യിലെടുക്കുന്നവര് അത് ശരിയായ രീതിയിൽ നിയമം കയ്യിലെടുത്തിട്ടില്ല. നമുക്ക് സ്വാധീനമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? നമുക്ക് സ്വാധീനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 കാസ്റ്റാ. കാര്യം ഹിന്ദു ആണെങ്കിലും കുട്ടികളുടെ അച്ഛനും പുലയ സമുദായം ഞങ്ങൾ ഈഴവരാണ്. എനിക്ക് ഗവൺമെന്റിൽ നിന്ന് യാതൊരു ആനുകൂല്യം കിട്ടുന്ന ആളല്ല. അന്ന് മോൾക്കാണ് കൊടുത്തത് സർക്കാർ 3 പ്രാവശ്യം. മോള് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വീടിന് അപേക്ഷിച്ചത്. അന്നാണ് ആ സ്ഥലം കൊടുത്തതും 3 ഗഡുവ കാശ് കൊടുത്തതും. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ സർക്കാരൊന്നും ഒരുപാട് പൈസയൊന്നും ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ല. ഒരു ന്യൂസ് വന്നു, എൻ്റെ മോളെ കൊന്നവനെ എത്രയും വേഗം തൂക്കി കൊല്ലാന്നും പറഞ്ഞുകൊണ്ട്. അന്ന് ഇതുപോലെ കുറേ ചാനലുകാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, മീഡിയ വണ്ണാനൊക്കെ. അപ്പോൾ എൻ്റെ മോളെ എത്രയും വേഗം കൊന്നവരെ എത്രയും വേഗം തൂക്കി കൊല്ലുമെന്ന് പറഞ്ഞിട്ട് പിന്നെ വലിയ താമസിക്കാതെ തന്നെ വീണ്ടും ഒരു മൊഴി വന്നു, പത്രത്തിലൊക്കെ ന്യൂസ് വന്നു, എൻ്റെ മോളെ കൊന്നവനെ തൂക്കയറ് മാറ്റിയെന്നും പറഞ്ഞു. ഇവരെന്താലോചിച്ചുകൊണ്ട് ഈ തൂക്ക് കൊല്ലാൻ വിധിക്കും, പിന്നെ അത് കഴിഞ്ഞ് തൂക്കയറ് ഊരും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ തൂക്കി കൊല്ലാനല്ല അവിടെ സംഭവം നടക്കണേ. ഇപ്പം അവൻ ശരിക്കും ജീവപര്യന്തത്തിന് തുല്യമായിട്ട് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം പിന്നെ ഇത്രയും കരൂരൊന്ന് വെട്ടിക്കൊന്നവരെ കൊച്ചിനെ നാട്ടിൽ പുറത്തുള്ള ജനങ്ങൾ പറഞ്ഞു, എന്നോട് പറഞ്ഞല്ല കൊച്ചിന്. ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട് വക്കീലന്മാരോട്, അല്ല എൻ്റെ കൊച്ചിനെ എന്താ പറ്റിയേക്കണേ, എന്തൊക്കെ ചെയ്തേക്കണം, നിങ്ങളൊന്ന് പറഞ്ഞിട്ടില്ല. കൊച്ചിൻ്റെ ബോഡി കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ചെന്നപ്പോഴാണ് കൊച്ചു മരിച്ചു എന്ന് തന്നെയാണ് ഞാൻ അറിയാം. അതുവരെ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ പോലീസുകാരും എൻ്റെ വാർഡ് മെമ്പറും പിടിച്ച് ആശുപത്രി കൊണ്ടുവന്ന് എന്നെ അഡ്മിറ്റാക്കിയതാണ്. എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് വീടിനകത്ത് കയറാൻ പാടില്ലായിരുന്നു. വീടിൻ്റെ പുറത്തു നിന്ന് അകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ മുറ്റത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും രീതിയിൽ നന്നായിട്ട് പഠിച്ച് പാവപ്പെട്ടവൻ്റെ വീട്ടിലെ കുട്ടികളും ആളുകൾക്കും ഇവിടെ മനസമാധാനമായിട്ട് ജീവിക്കണ്ടെന്നാണോ? ജീവിക്കണ്ടേ അവർക്ക്? അവരുടെ കുഞ്ഞുങ്ങളൊക്കെ, പാവപ്പെട്ടവൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചൊരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥകളൊക്കെ ആയ ഇവർക്ക് എന്താ കുഴപ്പം? ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിലെ പിള്ളേരൊക്കെ പഠിക്കണേന് ഇവർക്ക് എന്താ കുഴപ്പം? 4 മാസം വരെ ഞാൻ ആശുപത്രിയിലായിരുന്നു. ഈ 4 മാസം വരെ എൻ്റെ കൂടെ വനിതാ പോലീസ് ഉണ്ട്, എല്ലാ സാർമാർ, എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എങ്ങനെ കാശിന് പോയിട്ടില്ല എന്നുള്ള അവരുടെ ഇടയിൽ ഞാൻ നിൽക്കണ ആള്. കാശിന് പോയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. കൊച്ചു മരിച്ച് 3-4 ദിവസം ആയപ്പോഴത്തേക്കും സാറ് പറഞ്ഞു എനിക്ക് സ്ഥലം മാറ്റാന്ന്. കൊച്ചു മരിച്ചപ്പോഴത്തേക്കും കളക്ടർ രാജമാനത്തേക്കും തന്നെ സ്ഥലം മാറ്റം വന്നു. അതിനു മുമ്പ് സാറിന് സ്ഥലം മാറ്റം ഉണ്ടായില്ല. സാറ് ഓണയ്ക്കുമ്പോഴാണ് ഈ ഭൂമിക്ക് അപേക്ഷിച്ചതും ഭൂമി തന്നതും ഒക്കെ. പക്ഷെ എൻ്റെ കൊച്ചിനെ കൊന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിക്രിയ നടക്കുമെന്ന് എനിക്കുണ്ടായില്ല. സ്വപ്നത്തിൽ പോലും ഓർക്കാത്തൊരു സംഭവം അത്, എൻ്റെ കൊച്ചു നഷ്ടപ്പെട്ട കാര്യം. അപ്പോൾ സാറ് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലം മാറ്റാണ്. രാജേശ്വരി അമ്മയ്ക്ക് ഇപ്പോൾ കാശിൻ്റെ ആവശ്യമില്ലല്ലോ. രാജമാണിക്കാണ് ഇങ്ങനെ ചോദിച്ചത് തന്നെ. രാജേശ്വരി അമ്മയ്ക്ക് ഇപ്പോൾ കാശിൻ്റെ ആവശ്യമില്ലല്ലോ. ജനങ്ങളോട് പിരിച്ച് മൊത്തം വന്ന പണങ്ങളൊന്നും എനിക്കിപ്പോൾ കാശിൻ്റെ ആവശ്യമില്ലല്ലോ. അതാണ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണം. ആ തെറ്റിദ്ധാരണ ഇത്രയും ചാനലുകാരോട് ഞാൻ പറഞ്ഞു ഈ കാശ് ഞാൻ കണ്ടിട്ടില്ല എന്ന്. എന്തുകൊണ്ട് ഈ കാശ് കൈ കൊടുത്ത ആൾക്കാരോട് ചോദിക്കാത്തത്? എന്താണ് അവിടെ മാത്രം അന്വേഷിക്കാത്തത്? അവിടെ എന്താണ് മൂട്ടി വെച്ച് മറ പിടിച്ചേക്കണേ? ഈ പൈസകള് ആർക്കടെ കയ്യിലാണ് ഈ ജനങ്ങൾ കൊടുത്തേക്കണേ? ആ പൈസ ആരുടെ കയ്യിലാണെന്ന് കണ്ടെത്തണം. പക്ഷെ അന്ന് കളക്ടറും കൂടി ഉള്ളത് കൊണ്ട് കളക്ടർ പോയപ്പോൾ എന്നോട് പറഞ്ഞില്ല, ചോദിച്ചില്ല. അവർ വീട് പണിയാൻ അതിനിടക്കൂടെ അന്ന് കളക്ടർ പോണേക്ക് മുമ്പ് വീട്ടിൽ തകൽസാറിനെ വിട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നിസ്സാരം 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള എന്നാലും നല്ലോണം വായിക്കാനും ഇംഗ്ലീഷൊന്നും വായിക്കില്ല, എയും ബിയും ഒക്കെ ഓരോന്നൊക്കെ എന്നല്ലാതെ. കടിച്ച പൊട്ടാത്ത ഇത്രയും വലിയൊരു പേപ്പറിനകത്ത് ഈ കളക്ടർ രാജമാണിക്ക് ഇംഗ്ലീഷിൽ എഴുതിയൊരു പേപ്പർ കൊടുത്തു വിട്ടു.
എന്തിനാണ് ഇംഗ്ലീഷിൽ എഴുതിയൊരു പേപ്പർ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തന്നു? ഈ സാറ് പറഞ്ഞോട്ടെ, ഈ സാറ് എനിക്ക് മലയാളം വായിക്കാനേ അറിയുള്ളൂ, ഇത്തരം വിദ്യാഭ്യാസവും ഇല്ലാന്നും ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത ഒരാളുടെ കയ്യിൽ ഇംഗ്ലീഷിലൊരു പേപ്പർ കൊടുത്തിട്ട് എന്നെ പറ്റിക്കാനും ചതിക്കാനും അല്ലേ അത് ചെയ്തത്? പുലയ സംഘടനയുടെ ആൾക്കാർ ഒരു 8.25 ലക്ഷത്തിൻ്റെ ചെക്ക് അന്നൊരു SI സാറും കൂടെ കൂടിയാണ് ഈ പൈസയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നത്. ആ പൈസയെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരു കന്യാസ്ത്രീമാരും ആ കന്യാസ്ത്രീ മഠത്തിൽ പഠിച്ച ഒരു സാറ് പോലീസായിരുന്നു, അവരെല്ലാവരും കൂടെ വന്നു ഒരു 20,000 രൂപ ആകെ എൻ്റെ കൈ കിട്ടിയ പൈസ അതാണ്. 8.5 ലക്ഷം ഒരു 20,000 രൂപ. പിന്നെ പോകാൻ നേരത്തെ എന്നെ വണ്ടി ഇടിച്ചപ്പോൾ 2 ഞരമ്പ് ഇതിൻ്റെ ഉള്ളിൽ മുറിഞ്ഞ് കിടക്കണ്ടേ. അന്ന് കളക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ സാറേ എൻ്റെ കൈ സാഞ്ചോ ആശുപത്രി ചികിത്സയ്ക്ക് വെച്ചപ്പോൾ 2 ലക്ഷം രൂപയാണ് സാബു റീസ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ പുറമേ നിന്നൊരു ഡോക്ടർ വരും, അവിടെ അഡ്മിറ്റ് ആവുന്നതിൻ്റെ മെഡിസിൻ്റെ എല്ലാ ബില്ലും കൂടെ കൂടിയാണ് ഇവർ 2 ലക്ഷം പറഞ്ഞത്. അപ്പോൾ സാറ് ആ 2 ലക്ഷം രൂപ എനിക്ക് ചികിത്സയ്ക്ക് തന്നിട്ടുണ്ട്. തന്നു എന്ന് പറഞ്ഞെങ്കിലും ഈ 8.25 അവിടെ കിടക്കുമ്പോഴാണ് ഈ പൈസ ഞാൻ ചോദിച്ചേക്കണത്. മനസ്സിലാക്കണം നിങ്ങൾ, മറ്റേ പൈസയൊന്നും അല്ല, ഈ പൈസകളൊന്നും അല്ലാത്ത ഈ സംഘടനക്കാർ കൊണ്ടു തന്ന 8.25 ലക്ഷം. ഈ 8.25 ലക്ഷം രൂപ രാജമാണിക്യൻ സാറിന്റെയും അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് എല്ലാം മൊത്തം ആ ഒരു അക്കൗണ്ടിലേക്ക് ആ ഒറ്റ അക്കൗണ്ടിലേക്കാണ് ഇട്ടേക്കണേ. അപ്പൊ ആ പൈസ എന്നാണ് നിങ്ങളെല്ലാവരും ഈ സംഘടനക്കാർ തന്ന പൈസ എന്നാണ് ഞാൻ എടുത്തത്. അപ്പൊ അവിടെ ഓഫീസ് ബാങ്കിൽ ചെന്ന് എടുത്തു പൈസ. അല്ല, അപ്പോഴൊക്കെ സാറന്മാര് പൈസ ചോദിച്ചപ്പോ ബാങ്കിൽ ചെന്ന് പൈസ ചോദിച്ചപ്പോ മാനേജർ പറയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചോ, പൈസ കിട്ടി ഞങ്ങൾ തരില്ല. അങ്ങനെ ഒരു ബാങ്ക് മാനേജർ പറയണ എന്തിനാ? അവിടെ നിന്നേ തുടങ്ങി കളവ് നടന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നോട് ചോദിക്കാതെ വീട് പണിയാൻ ഇവര് കാശ് എടുത്തു. സാർ എടുത്തോട്ടെ, എടുക്കുമ്പോൾ എൻ്റെ കൈപ്പട കളക്ടർ രാജമാണിക്യൻ സാറാണ് പഴയ വീട് പുതിയ വീട് പണിത് തന്നെ. അപ്പൊ പുതിയ വീട് പണിയുമ്പോൾ കട്ട ഇറക്കിയിട്ടുണ്ടായിരുന്നു, തറയ്ക്ക് കരിങ്കല്ല് ഇറക്കിയിട്ടുണ്ടായിരുന്നു, കട്ടിലും ജനലും വാതിലും മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ വീടിന് വേണ്ട കുറേ സാധനങ്ങൾ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധനത്തിൻ്റെയൊക്കെ ബില്ല് കുറയ്ക്കാതെ ഇത്രയും സാധനത്തിൻ്റെയൊക്കെ പൈസകളുടെ കണക്കൊന്നും ഇവർ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അത്രയും കാശ് കുറവ് പോരെ ഇവിടെ വീട് പണിയാൻ? ബാക്കിയുള്ള കാശ് അന്വേഷിച്ച പോരെ? ഇവർ പൊളിച്ചിളക്കി പണിയുമ്പോൾ തറയ്ക്കുള്ള കരിങ്കല്ല് ഇറക്കിയിട്ടുണ്ട്, കരിങ്കല്ലുണ്ട്, കട്ടയുണ്ട്, അങ്ങനെ വേണ്ട കുറേ സാധനങ്ങൾ. വാതിൽ ഇച്ചിരി പഴയതാണെങ്കിലും നന്നാക്കി ഒക്കെ എടുത്ത് അങ്ങനെ തന്ന 3 വാതിലുണ്ടായിരുന്നു, ജനലുണ്ടായിരുന്നു, അലമാരി മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാനും മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ബാക്കിയുള്ള സാധനം അവിടെ അന്വേഷിച്ച പോരെ? ഈ വീട് പണിയണി അത് നുണ്ണിക്ക 2 കുഞ്ഞു മുറിയെ പണിതേക്കണം, ഒരു പാട്ടയുടെ അലമാരി, ഒരു കുഞ്ഞു കട്ടിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തോട് ഒലച്ചിരി സ്ഥലമുള്ളൂ കടക്കാൻ. അപ്പം ഈ ഇത്രയും ഒരു കുഞ്ഞ് 2 മുറിയും പണിത ഒരു കുഞ്ഞ് നിങ്ങൾ കാണുന്ന ആ ബാത്റൂം മൊത്തം തറകൾ പൊളിഞ്ഞു പോയേക്കാം, വാർക്കയുടെ മുകളിൽ കഷ്ണമായിട്ട് പോയിക്കാം. അതുപോലെ മുറിയിലെല്ലാം മാനത്ത് ഇടിവിട്ട് കിട്ടണ പോലെയാണ് വലിയ വലിയ വിള്ളലും പൊട്ടലും വീഴണം. കഷ്ണം അടക്കളയിൽ പാകപ്പെടുത്തണോടത്ത് നിന്ന് വിത്തിയിലൊക്കെ പിടിപ്പിച്ചേക്കണ ടൈൽസുകളൊക്കെ ഇടിഞ്ഞു ഒളിഞ്ഞുകൊണ്ടിരിക്കുക. 1 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയായാലും 30 വർഷം താമസിച്ച സ്ഥലത്ത് 1 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരു കൂര എവിടെയെങ്കിലും വെച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക്. അവരത് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പർമാരും അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നല്ലവരായിരുന്നെങ്കിൽ ഇന്ന് ഈ കൊച്ചു മരിക്കുമോ? എന്തുകൊണ്ട് അത് ചെയ്തില്ല അവർ? എനിക്കൊരു ആൺകൊച്ചില്ല, എൻ്റെ അമ്മയില്ല. അന്ന് അമ്മ ഉണ്ടായിരുന്നു, ഇപ്പം അമ്മയില്ല, അമ്മ മരിച്ചുപോയി. മോളും എന്നെ പൊന്നുപോലെ നോക്കണം മോളാണ് എൻ്റെ ശിക്ഷ മോളും. എൻ്റെ എല്ലാ വിഷമങ്ങളും അവൾക്കറിയാം, ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണ്. അപ്പം എൻ്റെ ജിഷ മോളും പോയി, എൻ്റെ അമ്മയും പോയി, അച്ഛനെ ജനിച്ചിട്ട് കണ്ടിട്ടില്ല. എന്തുകൊണ്ട് എനിക്ക് എവിടെന്നെങ്കിലും ആരായാലും ഒരു നേരത്തെ ആഹാരം തന്നുന്നതിന് എന്താ തെറ്റുള്ള? പിന്നെ എനിക്ക് എപ്പോഴും ആരും കൈ നീട്ടി ആരോടും മേടിച്ച് തിന്നണമെന്നുള്ള ആഗ്രഹക്കാരിയല്ല ഞാൻ. എനിക്ക് ഇഷ്ടമുള്ളത്തൊരു കാര്യം എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ്. വിശന്നാൽ 2 നേരം 3 നേരമൊക്കെ ഞാൻ ചില സമയം പട്ടിണി ഇരിക്കാറുണ്ട്. ജിഷയുടെ മരണത്തിന് ശേഷം അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ജിഷയുടെ സാന്നിധ്യം അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കും പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല, അവൾക്കും പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ പിള്ള കേൾക്കണുണ്ടാവും, നമ്മുടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും. തടിയ മണ്ണി പോകുള്ളൂ ആത്മാവുണ്ടെന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കണേ. അതാണല്ലോ ആലുവ മണപ്പുറത്ത് ബലികർമ്മം ചെയ്യുന്നത് അല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് ആ ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ ജീവിക്കണേ.
അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഞാൻ ചെയ്യാൻ സമ്മതിക്കൂല. എൻ്റെ മോള് എൻ്റെ ഒപ്പം ജീവിക്കണം. അതുകൊണ്ടാണോ കർമ്മങ്ങൾ ചെയ്യാത്ത? ഇനി ദീപം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ കൊച്ചിനെ കൊണ്ട് കർമ്മം പോയി ചെയ്യിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ കൊച്ചി എൻ്റെ ഒപ്പം ജീവിക്കണം. അവളുടെ ആത്മാവ് എൻ്റെ ഒപ്പം ഉണ്ടാവണം. എന്തിനാ എന്നെ എൻ്റെ പുള്ള പറഞ്ഞിട്ടുണ്ട്, അമ്മ നമ്മളെ ജീവിപ്പിക്കാത്തവരാരെയും ജീവിപ്പിക്കരുതെന്നാണ് പറഞ്ഞേക്കണം. എന്തായാലും ജിഷ എപ്പോഴും കൂടെ ഉണ്ടാവും, അമ്മയുടെ കൂടെ ഉണ്ടാവും, ചിലപ്പോൾ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അമ്മ പറയുന്നത് കേൾക്കും, എല്ലാം കേൾക്കണ്ടാവും എൻ്റെ പുള്ള, എല്ലാം കേൾക്കണ്ടാവും ഞാൻ പറയണം.